നമസ്കാരം. കുംഭം ലഗ്നം, കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആറാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രൻ, ആ ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെ, അതായത് രോഹിണിയിലൂടെ നിങ്ങളുടെ 4-ാം ഭാവത്തിൽ വ്യാഴം, നിങ്ങളുടെ 2-ാം ഭാവാധിപനും 11-ാം ഭാവാധിപനായിട്ടുള്ള വ്യാഴം വക്രഗതിയിൽ ഗോചരം ചെയ്യുകയാണ് ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെ. അത് 6-ാം ഭാവത്തിൻ്റെ നക്ഷത്രമാണ്. അതുപോലെ നിങ്ങളുടെ 6-ാം ഭാവത്തിൽ നീചസ്ഥനായിട്ട് വക്രഗതിയിൽ ചൊവ്വയും സഞ്ചരിക്കാൻ പോവുകയാണ്. അപ്പോൾ 7ര ശനി നടക്കുന്നുമുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ചൊക്കെ 7ര ശനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും വ്യാഴം ചില പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാനായിട്ടും ചില എന്താ പറയുക, നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ നമ്മുടെ വികാരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്ന് എന്താ പറയുക, പറഞ്ഞ് പരിഹരിക്കാൻ, പല പ്രശ്നങ്ങളും സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൊണ്ടുതരികയാണ്. അതുപോലെ നമ്മുടെ ജോലി സ്ഥലത്തുള്ള ആൾക്കാരോട്, അതുപോലെ എന്താ പറയുക, ചില അസുഖങ്ങളാണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ നേരത്തെ കടം നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിപ്പോയ ആൾക്കാർ അത് കൊണ്ടുതരാനുള്ള സാധ്യത, തിരിച്ചു തരാനുള്ള സാധ്യത, അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ദശ നല്ലതാണെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരു സമയത്ത് കടം കൊടുക്കാൻ നല്ല സമയമല്ല. പൊതുവേ ആ ഒരു നിങ്ങൾ എന്തൊക്കെയോ വൈകാരികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു സമയമാണെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ, ഒന്ന് സെറ്റിൽ ചെയ്യാനുള്ള ഒരു സമയമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. പ്രത്യേകിച്ച് ഇവിടെ ഞാൻ വ്യാഴത്തിൻ്റെ 4-ാം ഭാവത്തിലെ വക്രഗതി, 6-ാം ഭാവാധിപൻ്റെ നക്ഷത്രമായിട്ടുള്ള രോഹിണിയിൽ വക്രഗതി ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ എന്നാലും ഇവിടെ നമുക്ക് ഒരു അസുഖം നേരത്തെ ഉള്ള ഒരു ആളാണെങ്കിൽ, എന്തെങ്കിലും തരത്തിൽ അതിൻ്റെ ഒരു ആക്കം കൂടിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് കുറച്ചുകൂടി സീവിയർ ആയിട്ടുള്ള പ്രശ്നമുള്ള വ്യക്തിയാണെങ്കിൽ ഒന്നുകൂടി സൂക്ഷിക്കണം. കാരണം ഇവിടെ ചൊവ്വയുടെ ഒരു ദൃഷ്ടി, വക്രഗതിയിൽ ഉള്ള ചൊവ്വയുടെ ഒരു ദൃഷ്ടി, നീചസ്ഥനായിട്ടിരിക്കുമ്പോൾ ഉള്ള ഒരു ദൃഷ്ടി കുംഭത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ എന്താ പറയുക, നിങ്ങളുടെ അഷ്ടമഭാവത്തിലാണ് കേതു ഗോചരം ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഡോക്ടർ കുറച്ച് സർജറി പോലുള്ള ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നീട്ടി വയ്ക്കരുത് ഇനി. കാരണം അതിൻ്റെ ഒരു സമയങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം, കടം കൊടുക്കാതിരിക്കുക എന്നതാണ്. പക്ഷേ ഇതിലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്നത് നമുക്കൊരു രോഗശാന്തി കൊണ്ടുതരും, നമ്മുടെ മനസ്സമാധാനം തിരിച്ചു കിട്ടും, നമുക്കൊരു റിലീഫ് തരും. അതായത് ആ രോഗമുക്തി എനിക്ക് വന്നല്ലോ, നിരന്തരം ഒരു ട്രീറ്റ്മെൻറ്റിൽ കഴിയുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും ഡോക്ടർ ഇനി കുറച്ച് നാളത്തേക്ക് ഇത് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു മെത്തേഡ് പരീക്ഷിക്കാം. അതായത് നിങ്ങൾക്ക് ആ ഒരു, അത് ഞാൻ പറയുന്നത് വലിയ വലിയ രോഗങ്ങളുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ആശ്വാസം തരുന്നൊരു സമയമാണ്. അപ്പോൾ അതിനെ ഉപയോഗിക്കുക. ഇവിടെയും കാര്യങ്ങൾ നീട്ടിവെക്കരുത്. കാരണം മാർച്ച് അവസാനം വരെ ഒരു ശനിയുടെ ഗോചരം ലഗ്നത്തിലൂടെ ഉള്ളത് കൊണ്ട് ഈ നീട്ടിവെക്കുന്നൊരു സ്വഭാവം ഉണ്ടാകും. കാര്യങ്ങളെല്ലാം പിന്നെ ആവട്ടെ, പിന്നെ കാണാം ഡോക്ടറെ, അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട, ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സ്വഭാവം മാറ്റണം. അതുപോലെ നിങ്ങളുടെ മാതൃസ്ഥാനത്തുള്ള ആൾക്കാരുമായിട്ട്, കാരണവന്മാരുമായിട്ട്, കൊലീഗ്സുമായിട്ട് എന്തെങ്കിലും ഒരു 1-2 പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അതും പറഞ്ഞ് പരിഹരിക്കാനുള്ള ഒരു സമയം വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ വീട് മോടി പിടിപ്പിക്കാൻ, 4-ാം ഭാവം എന്ന് പറയുന്നത് വീട്, വാഹനം, പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവിടെ ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെ വ്യാഴം വക്രഗതിയിൽ ഗോചരം ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കടമെടുത്തിട്ടാണെങ്കിലും വീട് മോടി പിടിപ്പിക്കാനൊക്കെ ഇപ്പോൾ ഒരു താല്പര്യം കാണിക്കും ഈ ഒരു സമയങ്ങളിൽ. അപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ ഒരു വാസ്തു നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണെങ്കിലും, അതുപോലെ റിനോവേഷൻ ആണെങ്കിലും, അതുപോലെ ഒരു വീട് വാങ്ങാനുള്ള താല്പര്യമാണെങ്കിലും, പഴയ വാഹനം മാറ്റിയിട്ട് പുതിയ വാഹനം വാങ്ങാനുള്ള ഒരിതാണെങ്കിലും, അതിനൊക്കെ സമയങ്ങൾ അനുകൂലമായിട്ട് വരുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ നിങ്ങളുടെ ഒരു ഇമോഷണൽ ഇഷ്യൂസ് പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുക. പിന്നെ ഇവിടെ ഒന്ന് പ്രത്യേകം പറയാനുള്ളത്, കുംഭം എന്നാൽ എന്താ പറയുക, കുറച്ചുകൂടി മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു രാശിയാണ്. അവിടെ ശനിയുടെ രാശിയാണ്, രാഹുവിനും കൂടി ആധിപത്യമുള്ള രാശിയാണ്. അപ്പോൾ ഇവിടെ രണ്ടുമുണ്ട്. കുംഭത്തിലാണ് ആ ഒരു തന്ത്രവിദ്യകളും ഒരു എന്താ പറയുക, അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധിക്കുന്ന ആ ഒരു അവസ്ഥയും,
ഒക്കെ കുംഭത്തിലാണുള്ളത്. ശരിക്കും നമ്മളതിനെ നിഗൂഢ വിദ്യയുടെ ഒരു എന്താ പറയുക ഒരു കലവറയായിട്ട് തന്നെ പറയാം കുംഭത്തെ. കുംഭം എന്ന് കുംഭം എന്ന് പറഞ്ഞ ഒരു വലിയ കുടമാണ്. അപ്പോൾ നമ്മൾ അതിനെ അങ്ങനെ മനസ്സിലാക്കി അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ അത്രയ്ക്കും എന്താ പറയുക ഒരു നിറവുള്ള ഇത് അറിവിൻ്റെതായിരിക്കാം, നിധിയായിരിക്കാം. അങ്ങനെ നമുക്കതൊരു എക്സൈറ്റ്മെൻറ്റ് തരുന്നതാണ്, ഒരു അത്ഭുതം തരുന്ന ഒരു മാജിക്കലായിട്ടുള്ളൊരു രാശിയാണ്. അപ്പോൾ ഇവിടെയാണ് എന്താ പറയുക പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ജാതകങ്ങളിൽ ഇത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് കാണും. ഈ കുംഭം തന്ത്രമന്ത്രങ്ങൾ പഠിക്കുന്ന ആൾക്കാർക്ക്, മന്ത്രജപം ചെയ്യുന്ന ആൾക്കാർക്ക്, ഇഷ്ടംപോലെ ആസ്ട്രോളജേഴ്സിൻ്റെ ആയിക്കോട്ടെ, അതുകൂടാതെ ആകാശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എയ്റോസ്പേസിലും അതുപോലെ എന്താ പറയുക എയർഫോഴ്സിലുള്ള ആൾക്കാരാണെങ്കിലും മറ്റ് റിസർച്ച് ചെയ്യുന്നവരാണെങ്കിലും ഇവരിലൊക്കെ ഇത് വലിയ പ്രാധാന്യം കാണാം. ഈ രാശി അവരുടെ ജാതകത്തിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുണ്ടാകും. അതുകൊണ്ട് ഇവിടുത്തെ ഒരു കാര്യം എന്നത് അങ്ങനെ ഒരു രാശിയാണെന്നാണ് പറഞ്ഞു വരുന്നത്. ജനറലി ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ കുംഭം എന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനമാണ്. മകരത്തിൽ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ലാഭം തരുന്ന രാശി കുംഭം. മറ്റൊന്ന് ഇച്ഛാപൂർത്തിയാണ്, ആഗ്രഹപൂർത്തിയുടെ രാശിയാണ്. അത് സിമ്പിളായിട്ടുള്ള ടേംസാണ്. പക്ഷേ ഇതിനൊരുപാട് നിഗൂഢതയുണ്ട്. അതുകൊണ്ട് സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഒരു ഗുരുവിനെയൊക്കെ ഫോളോ ചെയ്തിട്ട് മന്ത്രജപമൊക്കെ സ്വീകരിച്ചിട്ട് ഒക്കെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. അതുപോലെ ആസ്ട്രോളജേഴ്സ് ആണെങ്കിലും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇനി ഉള്ള സമയങ്ങളിൽ, കാരണം 6ാം ഭാവം എന്നത് രോഗം, ശത്രു, കടം എന്നൊരു ഭാവം, അത് കർക്കിടകമാണ്. അതായത് ഫ്ലക്ച്വേഷനുള്ള ഗ്രഹമാണ്, ചന്ദ്രനാണ് അതിൻ്റെ അധിപൻ. ആ ചന്ദ്രൻ്റെ നക്ഷത്രത്തിലാണ് 4ാം ഭാവത്തിലേക്ക് വ്യാഴം പോയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ശത്രുക്കളിലൂടെ ലാഭം തരാനും ശത്രുക്കൾ മൂലം സുഖം അനുഭവിക്കാനും ഒരു കാരണമായി തീരാം. അതിനുള്ള സാഹചര്യവും വരും. അത് എങ്ങനെയെന്നത് നിങ്ങളുടെ ജാതകമാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾ മൂലവും നമുക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം വരാറുണ്ട്. അത് ഈ 6ാം ഭാവം കാരണമാണ്. അപ്പോൾ വ്യാഴം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കേസുകൾ ജയിക്കാനും മറ്റുള്ളവരുടെ ഒരു ഇടപെടൽ കൂടി ഉണ്ടാകും അവിടെ. അതിനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും ഇവിടെ ടഫായിട്ട് നിൽക്കുന്നത് ആ കേതുവിൻ്റെ പൊസിഷനാണ്. ഇത് കന്നിയിലായതുകൊണ്ട് കേസുകളിലെ ജയം എന്നത് അത്ര എളുപ്പമല്ല. ദശാകാലങ്ങൾ സപ്പോർട്ടാണെങ്കിൽ മാത്രമേ അത് ശരിക്കും നമുക്കത് ഒരു ഫലവത്തായിട്ട് ഉറപ്പായിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വ്യാഴം പലതരത്തിലും ചെറിയ വാക്തർക്കങ്ങളൊക്കെ ആണെങ്കിൽ പലപ്പോഴും നിങ്ങളെ ആൾക്കാർ അവസാനം അംഗീകരിച്ചു എന്ന് വരും. ഇദ്ദേഹം പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പലതരത്തിലും ഇത് പോസിറ്റീവാണ്. എന്നാലും ചൊവ്വ നീചസ്ഥനായിട്ട് വക്രഗതിയിൽ 6ാം ഭാവത്തിൽ ഗോചരം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നിഗൂഢ ശത്രുക്കളെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത്രയും കാലം നല്ല ബന്ധത്തിലുണ്ടായിരുന്ന വ്യക്തികൾ, ഒരുപക്ഷെ ബന്ധുക്കളായിരിക്കാം, അവർ ശത്രുക്കളായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാക്കുകളെ സൂക്ഷിക്കണം. നിങ്ങളുടെ ആരോഗ്യമാണ്. അതുപോലെ നിങ്ങളുടെ ആ ഒരു എളുപ്പത്തിൽ ദേഷ്യം വന്നേക്കാം. ചൊവ്വയുടെ ഒരു അഷ്ടമ ദൃഷ്ടി വരുന്നത് കൊണ്ട് പെട്ടെന്ന് ദേഷ്യം വന്നേക്കാം. ബ്ലഡ് പ്രഷർ, മൈഗ്രെയിൻ തുടങ്ങിയ കാര്യങ്ങളെ ശ്രദ്ധിക്കണം. ഏറ്റവും ബെസ്റ്റ് ഈ സമയത്ത് ധ്യാനം, അതുപോലെ ഗുരുവിനെ ഫോളോ ചെയ്യുക, സാധന, മന്ത്രജപങ്ങൾ ചെയ്യുക എന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും ഇത്രയും മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു രാശിയുടെ 6ാം ഭാവം ഇങ്ങനെ ചന്ദ്രൻ്റേതായതുകൊണ്ട് ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെ വ്യാഴം ഗോചരം ചെയ്യുന്ന സമയത്ത് ഇടവം എന്ന് പറഞ്ഞാൽ രോഹിണി ഇരിക്കുന്നത് ഇടവത്തിലാണ്, രോഹിണി നക്ഷത്രമുള്ളത്. അപ്പോൾ ഇടവം എന്ന് പറയുമ്പോഴും ആഹാരത്തെ കൂടി സൂചിപ്പിക്കുന്നു. ഇടവം കൂടി റിസോഴ്സസ് ആണ്. അപ്പോൾ ശുക്രൻ അധിപനാണ് അതിൻ്റെ. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ ആഹാര കാര്യങ്ങളിൽ വളരെ ഒരു ശ്രദ്ധ വേണ്ടുന്നൊരു സമയമാണ്. അതിൻ്റെ ഏറ്റവും സാധാരണ ഒരാൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഡയറ്റ് ക്രമീകരിക്കണം, ആഹാരം ശ്രദ്ധിക്കണം, അതുപോലെ രോഗമുള്ളവരാണെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ്. പക്ഷേ ഒരുപാട് സാധന, സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ഒരുപാട് സമയം നാമജപത്തിന് സമയം കണ്ടെത്തുന്ന വ്യക്തിയാണ്. അതുപോലെ ഒരുപാട് തീർത്ഥാടനം നടത്തുന്ന വ്യക്തിയാണ്. അതായത് കൂടുതലും നിങ്ങളുടെ ചിന്തകളും, അതായത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കൂടുതലും എന്താ പറയുക ഒരു ഈശ്വര തത്വത്തിൽ ആണ് കൂടുതൽ സമയവും അതിനായിട്ടാണ് നിങ്ങൾ ചിലവഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾ ആഹാര കാര്യങ്ങൾ ഒന്ന് കൂടി ശ്രദ്ധിക്കണം. അതായത് മറ്റുള്ളവർ ആഹാരം ഒരു എനർജി സോഴ്സാണ്. നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് ആഹാരം കഴിക്കുന്നു, എവിടെ പോയി ആഹാരം കഴിക്കുന്നു, ഇതൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സ്പിരിച്വൽ പാത്തിലുണ്ടാകുമ്പോൾ എവിടെ നിന്നെങ്കിലും കിട്ടിയൊന്നും കഴിക്കാൻ പാടില്ല. കാരണം ഒരു എനർജിയാണ് എക്സ്ചേഞ്ച് ആവുന്നത്. മുമ്പ് കുറച്ച് ആൾക്കാർ ഈ ചോദ്യം ചോദിച്ചിരുന്നു പല കമൻറ്റ് സെക്ഷനിലായിട്ട്.
അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പുറമേ പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സമയത്ത് കുംഭം ലഗ്നക്കാർ, കുംഭം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആഹാരകാര്യങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ ജാതകത്തിൽ ശനിയൊക്കെ ഇടവത്തിലുണ്ടെങ്കിൽ, രാഹുവൊക്കെ ഇടവത്തിലുണ്ടെങ്കിൽ, അതുപോലെ ഇടവവുമായിട്ട് ബന്ധപ്പെട്ട് പാപഗ്രഹങ്ങളുടെ ഒരു ദൃഷ്ടി സംബന്ധം ഉണ്ടെങ്കിൽ, കർക്കിടകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പാപഗ്രഹങ്ങൾ കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഒന്നും കഴിക്കരുത് മറ്റുള്ളവർ തരുന്നത്. അതായത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോയാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ആഹാരം, അതായത് മറ്റൊരാളുടെ എനർജി കഴിയുന്നതും നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആഹാരത്തിൽ എപ്പോഴും എനർജി ഉണ്ട്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അന്നദാനമാണ് ഏറ്റവും മഹത്തായിട്ടുള്ള ദാനമായിട്ട് പറഞ്ഞിരിക്കുന്നതും. അത് കാരണം അതിനെപ്പറ്റി കൂടുതൽ ഇങ്ങനെ പുറമേ പറയാൻ പറ്റില്ല, പക്ഷെ അത് മനസ്സിലാക്കുക. ഈ ഒരു സമയം അതൊരു എന്താ പറയുക, ഒരു ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എവിടെ നിന്ന് നമ്മൾ കഴിക്കുന്നു, അത് വെള്ളം കുടിക്കുന്നതായാലും എവിടെ നിന്ന് കഴിക്കുന്നു, അതുപോലെ നമുക്ക് വേണ്ടുന്ന മെഡിസിനും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വാങ്ങുക, നമ്മൾ തന്നെ സ്പെൻഡ് ചെയ്യുക. എൻ്റെ കുടുംബത്തിന് എന്താ പറയുക, മരുന്ന് വാങ്ങണമെങ്കിൽ, ആഹാരം വാങ്ങണമെങ്കിൽ ഞാൻ വാങ്ങുക എന്നുള്ള രീതിയിലായിരിക്കണം. അത് മറ്റൊരാളുടെ എനർജി, പണം എന്ന് പറഞ്ഞാൽ അവിടെ എനർജി എക്സ്ചേഞ്ച് ആയിരിക്കുന്നു. മറ്റൊരാളുടെ പണം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അദ്ദേഹം ഏത് മാർഗത്തിലൂടെ സമ്പാദിച്ച പണമാണ്, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അത് നമ്മളെ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ പറയുന്ന അറിവുകൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. കാരണം കുംഭം ലഗ്നത്തിൽ, കുംഭം രാശിയിൽ ഇഷ്ടംപോലെ ആൾക്കാർ സ്പിരിച്വൽ പ്രാക്ടീസസിൽ ഉൾപ്പെട്ടവരാണ്. അവർ കമൻറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല കാര്യം എന്നത്, അങ്ങനെയുള്ള ആൾക്കാർ, കുറച്ചുകൂടി ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ, ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ, ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ സാധനയിലും കാര്യങ്ങളൊക്കെ മുഴുകുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ആഹാര കാര്യങ്ങൾ, ഈ എനർജി എക്സ്ചേഞ്ചിന് ഈ ഒരു സമയത്ത് നോക്കണം. കാരണം ലഗ്നത്തിൽ ശനിയുണ്ട്. അതും ഇങ്ങനെ ഒരു കുംഭത്തിലാണ് ഇരിക്കുന്നത്. സ്വരാശിയിലാണെങ്കിൽ പോലും ലഗ്നത്തിലാണ് ശനി. അതുപോലെ വ്യാഴം ഇവിടെ ഒരുപാട് സുഖം തരാൻ, കാരണം 4-ാം ഭാവത്തിൽ വ്യാഴം വളരെയധികം കംഫർട്ടബിളാണ്. ഒരുപാട് സുഖം തരാൻ, നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടിരിക്കാൻ. അതുപോലെ ശുക്രൻ്റെ രാശി ആയതുകൊണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ വെൽ പ്ലേസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ലക്ഷറിയും കൊണ്ടുതരും. അതായത് ചെറിയ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ മേക്കപ്പും പെർഫ്യൂമും കാര്യങ്ങളും ക്ലോത്ത്സും അങ്ങനെയുള്ള, അതായത് സാധാരണക്കാരാണെങ്കിലും വലിയവരാണെങ്കിലും തീർച്ചയായിട്ടും വസ്ത്രങ്ങളും അതൊക്കെ നമുക്ക് ആഡംബരത്തിനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഈ ഗ്രഹങ്ങൾ കൊണ്ടു തരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ വേറൊരു വശം എന്നത് ഇങ്ങനെയാണ്. ഈ ഓൾറെഡി നിങ്ങൾ സാധന, സ്പിരിച്വൽ പ്രാക്ടീസസ്, ആധ്യാത്മിക ചിന്തകളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയാൽ, ചില വീടുകളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് വല്ലാതെ ക്ഷീണവും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ എനർജി അല്ലെങ്കിൽ ആ വ്യക്തികളുടെ എനർജി നിങ്ങൾക്ക് പിടിക്കുന്നില്ല എന്നൊരു കാര്യം കുറേ കാലം ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. 1-2 ദിവസം എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴുള്ള കാര്യമല്ല. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്കത് എവിടെ നിന്ന് എന്ത് ഒഴിവാക്കണം എന്നുള്ളൊരു തീരുമാനം നമുക്ക് സ്വമേധയെ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് പൊതുവെ എല്ലാവരും പാലിക്കേണ്ടതാണ്. ഇങ്ങനെയൊരു കുറേ ആൾക്കാർക്കൊക്കെ ഫ്രീ ആയിട്ട് എവിടെ നിന്നെങ്കിലും ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് എന്തോ വലിയ കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്നത് ഈ ഒരു എനർജി എക്സ്ചേഞ്ച് ഉള്ളതാണ്. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ ഗുരുവിൻ്റെ അടുത്തു നിന്നൊക്കെ, അതുപോലെ അമ്പലത്തിൽ നിന്നൊക്കെ പ്രസാദം കഴിക്കാൻ, ഭഗവാന് നിവേദിച്ചതൊക്കെ കഴിക്കാൻ, ഗുരുവിൻ്റെ ആശ്രമത്തിൽ നിന്ന് കഴിക്കാനൊക്കെ നമ്മൾ ശരിക്കും അത് വലിയൊരു സൗഭാഗ്യമാണ്. കാരണം ആ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്, ഭഗവാന് നിവേദിച്ചത് നമുക്ക് കിട്ടുകയാണ്. അങ്ങനെയുള്ള, അതായത് എന്ത് കഴിക്കണം എന്നുള്ളത് ഈ ഒരു സമയത്ത് വളരെ കെയർഫുള്ളാകണം. കാരണം ആ 7.5 ശനിയുടെ എന്താ പറയുക, ഒരു പീക്ക് പോയിന്റിലാണ് ഉള്ളത്. ഈ ഒരു സമയം എന്നത് കൂടുതലായിട്ടും ആധ്യാത്മിക ചിന്തകൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും വേണ്ടി ചിലവഴിക്കുക. പിന്നെ പലപ്പോഴും കലഹങ്ങളിലേക്ക് നിങ്ങളെ ആൾക്കാർ വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കും. ഈ ഒരു സമയത്ത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വെറുതെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഒരു പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, സമൂഹത്തിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കഴിയുന്നതും മൗനം പാലിക്കുക. നമ്മുടെ അഭിപ്രായം എല്ലായിടത്തും പറയണമെന്നില്ല. പക്ഷെ നിങ്ങളെ കലഹങ്ങളിലേക്ക് വലിച്ച് ഇഴയ്ക്കാനുള്ളൊരു സാഹചര്യമുണ്ട് ഇവിടെ. കാരണം ചന്ദ്രൻ്റെ രാശിയാണ് 6-ാം ഭാവം, ആ നക്ഷത്രത്തിലാണ് വ്യാഴം പോയിരിക്കുന്നത്. അവിടെ ചൊവ്വ വക്രഗതിയിലുള്ളത് കൊണ്ട് ഈ ഒരു ഇതുണ്ടാകും. അത് കുടുംബത്തിൽ നിന്ന് വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. കുടുംബത്തിലും നിങ്ങളെ ഒരു ആർഗ്യുമെൻറ്റിലേക്ക്, ഒരുപക്ഷെ നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്തതായിരിക്കാം,
എന്നാലും പ്രോപ്പർട്ടിയെ സംബന്ധിച്ചിട്ടുള്ള സഹോദരങ്ങളുടെ പ്രോപ്പർട്ടി കാര്യം, സഹോദരങ്ങളുടെ മക്കളുടെ കാര്യം, അതായത് തീർച്ചയായിട്ടും ആ ഒരു കുടുംബ കാര്യങ്ങളിലേക്ക് നിങ്ങളെ വലിച്ചിഴയ്ക്കുന്നതായിരിക്കും. അവസാനം നിങ്ങൾ പറഞ്ഞത് അവിടെ ബാക്കിയായിരുന്ന പോലുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ദശ മോശമാണെങ്കിൽ വന്നു ചേരും. അപ്പോൾ ദശയ്ക്കാണ് ഏറ്റവും വലിയ കാര്യമുള്ളത്. ദശാനാഥൻ എവിടെ ഇരിക്കുന്നു, ദശാകാലത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്, മറ്റൊന്നിനുമല്ല. ഗോചരത്തിലെ ഗ്രഹങ്ങൾ വെച്ചിട്ട് നമുക്കിങ്ങനെ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞു തരാൻ കഴിയും, പക്ഷേ അനുഭവത്തിൽ വരുന്നത് ദശാകാലമാണ്. അപ്പോൾ ഇതൊരു ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഒരു ഗോചരത്തെ പറ്റിയുള്ള ചെറിയൊരു അറിവായിരുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.